ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമീസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു വെറൈറ്റി ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സുർബിയൻ ബിരിയാണി. നമ്മൾ ചില സ്ഥലത്ത് സുർബിയൻ റൈസ് എന്നും പറയാറുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിലും സിമ്പിളാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് മതി. നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യും. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സവാള വറുത്ത് കോരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണികൾക്കൊക്കെ വറുത്ത് കോരുന്ന പോലെ തന്നെയാണ്. ഇതേപോലെ അരിഞ്ഞിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് ഇത് കോരിയെടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാല അരയ്ക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയാണിത്. പിന്നെ ഒരു മാഗി ക്യൂബ് കൂടി വേണം. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ കഴുകി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു മസാല മാത്രമാണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരി വേവിച്ചെടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് അരിയാണ്. അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നമ്മൾ 10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുക. കുറച്ച് കരയാമ്പൂ ഇട്ട് കൊടുക്കുക. 2 കഷ്ണം പട്ട കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അരി ഇപ്പോൾ ഇവിടെ 3/4 ഭാഗത്തോളം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട ചോറ് സെറ്റായിട്ടുണ്ട്. നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക.
നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം സെറ്റാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് ഭാഗവും ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് മസാല കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സവോളയുടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ നമുക്ക് ദമ്മിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ദമ്മിടാൻ പറ്റിയ പാത്രത്തിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരും. ദം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് സവോളയുടെ ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് വെക്കണം. ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വേണം ദമ്മിടാനായിട്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യം തന്നെ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിലും എളുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത്രയും ടൈമൊന്നും നമുക്ക് വേണ്ട. മസാല ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ നോർമൽ ബിരിയാണിനെക്കാട്ടിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്കിതിൻ്റെ ഒപ്പം സൈഡായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ട. ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. നമുക്ക് ബിരിയാണിയിലേക്ക് അല്ലാണ്ട് ഈ ഒരു മസാല തനിയെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തികൾക്കോ പൊറോട്ടകൾക്കോ കഴിക്കാൻ അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സേഫ് അറ്റ് ഹോം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.